Virgin haben Legov. Virgin haben Legov. Virgin haben Legov. അന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭീകരമായ ഒന്ന്, ലോകമഹായുദ്ധം. മനുഷ്യൻ മനുഷ്യനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. കരയിൽ വെച്ച് മാത്രമല്ല, ആകാശത്തിലും കടലിലും. ആ യുദ്ധം മനുഷ്യനെ മാത്രമല്ല ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂമിയുടെ അന്തർഭാഗത്ത്, കടലിൻ്റെ അടിത്തട്ടിൽ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന പല ജീവികളെയുമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സമുദ്രത്തിലൂടെ ചീറിപ്പാഞ്ഞ അന്തർവാഹിനികൾ ഉണർത്തിയത് കാലങ്ങൾക്ക് മുമ്പ് കാലഹരണപ്പെട്ടു പോയി എന്ന് മനുഷ്യൻ വിശ്വസിച്ച ഒരുപാട് ജീവികളെയായിരുന്നു. ഇതൊരു ഹോളിവുഡ് സിനിമാ കഥയല്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു വിഷയമാണ്. ആ ജീവിയുടെ കൈകളിൽ ഞെരിഞ്ഞമർന്ന ആ അന്തർവാഹിനിയിൽ വർഷങ്ങൾക്കിപ്പുറവും അതിൻ്റെ പാടുകൾ കണ്ടതായി പറയുന്നു. ജർമ്മനിയുടെ UB-85 എന്ന സബ്മറൈൻ സമുദ്രത്തിനടിയിലേക്ക് പിടിച്ചു താഴ്ത്തിയ ആ ജീവിക്ക് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കാലഹരണപ്പെട്ടു പോയി എന്ന് മനുഷ്യൻ വിശ്വസിച്ച മെസോസറസിൻ്റെ രൂപസാദൃശ്യമുണ്ടായിരുന്നതായി സാക്ഷികൾ പറയുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതായ ഒരു ജീവിയെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു എന്നത് ഭയപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. ഇവിടെ തെളിവുകൾ വെളിച്ചം വീശുന്നത് സമുദ്രത്തിനടിയിലെ കട്ട പിടിച്ച ഇരുട്ടിലേക്കാണ്. കയറിപ്പോരും ചങ്ങായിമാർ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഒന്നാം ലോക മഹായുദ്ധമാണ് ഒരുപക്ഷെ മനുഷ്യനുമായുള്ള പല ജീവജാലങ്ങളുടെയും ആദ്യ കൂടിക്കാഴ്ച. സമുദ്രത്തിനടിയിൽ വെളിച്ചം പോലും ചെന്നെത്താത്ത ഇടങ്ങളിലെ ജീവജാലങ്ങൾക്ക് മനുഷ്യനെന്നാൽ അന്തർവാഹിനികളുടെ ഇരമ്പൽ മാത്രമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് അന്തർവാഹിനികൾ കൂടുതലായും യുദ്ധത്തിന് ഉപയോഗിച്ചു തുടങ്ങിയത്. ജർമ്മനിയെ സംബന്ധിച്ച് യു-ബോട്ടുകളായിരുന്നു ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള അവരുടെ തുറുപ്പുചീട്ട്. കമാൻഡറും ക്രൂവും അടങ്ങുന്ന ഒരു കൂട്ടം ടോർപിഡോകൾ എന്നറിയപ്പെടുന്ന അണ്ടർ വാട്ടർ മിസൈലുകളുമായി ശത്രുരാജ്യം ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നു. അങ്ങനെ കുറേ യു-ബോട്ടുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയും സഞ്ചരിച്ചു. ആയിരക്കണക്കിന് കപ്പലുകളെ തകർക്കാനും മുക്കിക്കളയാനും ജർമ്മൻ ബോട്ടുകൾക്ക് സാധിച്ചു. അങ്ങനെ ഇല്ലാതാക്കിയ ഒരു കപ്പലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ ഷിപ്പ് എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് ഓഷ്യൻ ലൈനർ RMS ലൂസിറ്റാനിയ. ഒരു ദിവസം 2ൽ കൂടുതൽ കപ്പലുകളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 20ഓളം ജർമ്മൻ ബോട്ടുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നീങ്ങി നടന്നിരുന്നു. മറ്റ് കപ്പലുകൾക്ക് യു-ബോട്ടുകൾ പേടി സ്വപ്നമായി മാറിയ സമയം 30 ഏപ്രിൽ 1918. തൻ്റെ അടുത്ത ഇരയെയും തേടി നോർത്തേൺ ചാനലിലൂടെ UB-85 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മീറ്ററുകൾ അപ്പുറത്ത് SS സൈബീരിയൻ എന്ന ബ്രിട്ടീഷ് കാർഗോ ഷിപ്പ് അവർക്ക് കാണാമായിരുന്നു. ബൈനോക്കുലറിലൂടെ അതിൻ്റെ കാഴ്ച വ്യക്തമായി തുടങ്ങിയപ്പോൾ തൻ്റെ ടോർപിഡോകളിൽ ഒന്നിനെ SS സൈബീരിയനെ ലക്ഷ്യമാക്കി UB-85 തൊടുത്തുവിട്ടു. സെക്കൻഡുകൾ കൊണ്ട് കപ്പലിൻ്റെ ഒരു ഭാഗം തകർന്നു തെറിച്ചു. ഞൊടിയിടയിൽ അവിടെ ഒരു അഗ്നിഗോളം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഐബീരിയൻ്റെ ഭീമൻ ബോയിലേഴ്സ് പൊട്ടിത്തെറിച്ചതായിരുന്നു ആ സ്ഫോടനത്തിന് കാരണം. കപ്പലിന് ചുറ്റും മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങിങ്ങായി ഒഴുകി നടന്നിരുന്നു. എന്നാൽ ഏതാനും നിമിഷത്തിനുള്ളിൽ മറ്റൊരു കാഴ്ചയാണ് UB-85 ക്രൂ കണ്ടത്. അന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലുപ്പമുള്ള ഭീമാകാരനായ ഒരു ജീവി UB-85 എന്ന സബ്മറൈനിന് നേരെ കുതിച്ചു വരുന്നു. അത് അതിവേഗത്തിൽ സബ്മറൈനെ വന്ന് ഇടിക്കുകയും ചെയ്തു. മീറ്റ് മിസ്റ്റർ ഗുന്തർ ക്രച്ച്. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 111 വയസ്സ്. ജർമ്മൻ യു-ബോട്ട് കമാൻഡറായിരുന്നു. വെറും 12 വർഷം മാത്രമേ ജർമ്മനിയെ സേവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. അജ്ഞാതമായ എന്തോ കാരണം കൊണ്ട് മരണപ്പെട്ടു എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. എന്നാൽ ഗുന്തർ ക്രച്ച് എന്ന പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു വാർത്തയായിരിക്കും. അതായത് UB-85 എന്ന് പറയുന്ന സബ്മറൈൻ, സീ മോൺസ്റ്റർ തകർത്തെറിഞ്ഞ സബ്മറൈൻ്റെ കമാൻഡർ എന്ന പേര്, അല്ലെങ്കിൽ സീ മോൺസ്റ്ററിനെ നേരിട്ട് കണ്ട ആ ക്രൂവിൻ്റെ കമാൻഡർ എന്നൊക്കെ. മിസ്റ്റർ ക്രച്ച് എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കണ്ടാൽ ഭയം തോന്നുന്ന ഒരു ഭീകരജീവി. അസാമാന്യ വലുപ്പം. അതിൻ്റെ കണ്ണുകൾ തീരെ ചെറുതാണ്. തിളങ്ങുന്ന പല്ലുകൾ, കൊമ്പ് പോലെ മുന്നിലേക്ക് നീണ്ടു നിൽക്കുന്ന മുഖം.
തൻ്റെ അന്തർവാഹിനിയുടെ മുകൾ ഭാഗം ഉരസി നീങ്ങിയതിൽ തന്നെ ആ ജീവിയുടെ ശക്തി ഊഹിക്കാവുന്നതേയുള്ളൂ, ക്രച്ച് പറയുന്നു. ആ ആക്രമണത്തിൽ അന്തർവാഹിനിക്ക് വിള്ളൽ സംഭവിച്ചിരുന്നു. ക്യാബിനുള്ളിലേക്ക് വെള്ളം ഇടിച്ചു കുത്തി വന്നിരുന്നു. ഏപ്രിൽ 30, 1918 HMS റോയൽ നേവി കോറിയോപ്സിസ് തൻ്റെ പെട്രോളിങ്ങിലായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് നേവി ഒരു കാഴ്ച കണ്ടു. ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് ഒരു യു ബോട്ട് കിടക്കുന്നു. ആ കാഴ്ച ആദ്യം അവരിൽ ഭയമാണ് ഉണ്ടാക്കിയത്. കാരണം യു ബോട്ടുകൾക്ക് പൊതുവെ ഷിപ്പ് കില്ലേഴ്സ് എന്നൊരു പേര് കൂടിയുണ്ട്. ഞൊടിയിടയിൽ അവയ്ക്ക് കപ്പലുകളെ ഇല്ലാതാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ സാഹചര്യം ഒരൽപ്പം വ്യത്യസ്തമാണ്. ഇവിടെ ആക്രമണത്തിനുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. സാധാരണയായി യു ബോട്ടുകൾ സമുദ്രോപരിതലത്തിലേക്ക് കടന്നു വരാറില്ല. ഇവിടെ സാഹചര്യം മറിച്ചായിരുന്നു, അതും പകൽ വെളിച്ചത്തിൽ. UB-85 ജീവനക്കാരെല്ലാം സഹായം അഭ്യർത്ഥിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലും അവർക്ക് വേണ്ട സഹായങ്ങൾ ബ്രിട്ടീഷ് നേവി ചെയ്തു കൊടുക്കുകയും അവരുടെ കമാൻഡറായിരുന്ന ഗുന്തർ ക്രച്ചിനെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ ചോദ്യം ചെയ്യലിലൂടെയായിരുന്നു ആ ഭയം പുറത്തു വന്നത്. കമാൻഡർ പറഞ്ഞ കഥ അവിശ്വസനീയമായിരുന്നു, ഭയപ്പെടുത്തുന്നതും. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭീകരജീവി, അത്രയും വലുപ്പമുള്ള ഒരു ഭീകരജീവി UB-85 ആക്രമിച്ചുവെന്നും ആ ആക്രമണത്തിൽ UB-85 തകർന്നു പോയി എന്നും. ക്രച്ചിൻ്റെ ആ ജീവിയെക്കുറിച്ചുള്ള വിശദീകരണം കപ്പലിലെ ഏവരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. ആ ജീവിയുടെ ആക്രമണത്തിൽ UB-85 തകർന്നതായും അതിന് സമുദ്രത്തിനടിയിലേക്ക് ഊളിയിടാൻ സാധിക്കാതെയായതും അതിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറിയതും അയാൾ പറഞ്ഞു. പക്ഷേ ഇതാദ്യമായല്ല സംഭവിക്കുന്നത്. ഇതിനു മുമ്പും ഇങ്ങനൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അജ്ഞാതമായൊരു ജീവിയെ കടലിൽ കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോയൽ നേവി കമാൻഡർ FW ഡീൻ HMS ഹിലറി എന്ന കപ്പലിൻ്റെ കമാൻഡറായിരുന്നു. 1917 മെയ് മാസത്തിലാണ് അങ്ങനൊന്ന് സംഭവിക്കുന്നത്. ഏതാണ്ട് 800 മീറ്റർ ദൂരെയായി കടലിൽ നിന്നും പാമ്പിനെ പോലൊരു ജീവി ഉയർന്നു പൊന്തുന്നത് അദ്ദേഹം കണ്ടതായി പറയുന്നു. അല്പനേരം ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു പാമ്പല്ല, നീളമുള്ള കഴുത്തുള്ള ഒരു ജീവിയായിരുന്നു. അതിൻ്റെ തിളങ്ങുന്ന തല ഉയർന്നു നിൽക്കുന്നത് 20 അടിയിൽ കൂടുതൽ ഉയരമുള്ള കഴുത്തിലാണ്. കപ്പൽ നീങ്ങുന്നത് കുറേ നേരം അത് നോക്കി നിന്നതായും അദ്ദേഹം പറയുന്നു. ഐറിഷ് നാടോടി കഥകളിൽ പറയുന്ന ബീസ്റ്റ് കിയോൺ ആയിരിക്കാം അത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കറുത്ത വലിയ ജീവി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥവും. കടലിനടിയിൽ ഒരുപാട് ഭീകരജീവികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഭീകരജീവികളെ നേരിട്ട് കാണുന്നത് വരെ അവ വെറും കഥകൾ മാത്രമായിരിക്കുകയും ചെയ്യും. ഏതാണ്ട് 30 അടിയോളം വലുപ്പമുള്ള 500 കിലോയോളം ഭാരം വരുന്ന കൊളോസൽ സ്ക്വിഡിനെ 2007 കണ്ടെത്തുന്നത് വരെ അതും നാടോടി കഥ മാത്രമായിരുന്നു. മിസ്റ്റർ ക്രച്ച്, നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് ബ്രിട്ടീഷ് നേവിക്ക് നിങ്ങൾ പിടികൊടുത്തത്. ഇല്ലെങ്കിൽ UB-85 തണുത്തുറഞ്ഞ നിങ്ങളും സമുദ്രത്തിനടിയിലേക്ക് മുങ്ങിപ്പോയേനെ. ആ ഭീകരജീവി ആ അന്തർവാഹിനിയും പിടിച്ചു താഴ്ത്താൻ ശ്രമിച്ചതായും അദ്ദേഹം പറയുന്നു. ഏതാണ്ട് 790 ടണ്ണോളം ഭാരം വരുന്ന UB-85 പിടിച്ചു താഴ്ത്താൻ ആ ജീവി ശ്രമിച്ചുവെങ്കിൽ അതിൻ്റെ വലുപ്പം ഊഹിക്കാവുന്നതിലും അപ്പുറത്താണ്. 100 വർഷങ്ങൾക്കിപ്പുറം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പവർ കേബിൾ പരിശോധിച്ച ഒരു കൂട്ടം എഞ്ചിനീയർമാരാണ് UB-85 അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതും അങ്ങനൊരു സബ്മറൈൻ്റെ സോണാർ ഇമേജ്. അതിൽ അന്തർവാഹിനിയുടെ മുൻഭാഗത്ത് ചെറിയ ചതവ് പോലെ കാണാനും കഴിയും. നിങ്ങൾ പറയുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് നേവി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആ ഭീകരജീവിയാണ് UB-85 തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. പക്ഷേ എഞ്ചിനീയർ പീറ്റർ റോപ്പർ പറയുന്നത് മറിച്ചാണ്. അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു ഡാമേജ് UB-85 കാണാൻ സാധിക്കുന്നില്ല എന്ന്. ചില തെളിവുകളും വിശദീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നാഷണൽ ആർക്കൈവ്സ് ആൻഡ് റെക്കോർഡ് അഡ്മിനിസ്ട്രേഷൻ നാര രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മൻ നേവിയിൽ നിന്നും പിടിച്ചെടുത്ത പല രേഖകളും സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയാണ്. 4000-ൽ കൂടുതൽ മൈക്രോഫിലിമുകളിലായി പല ഡോക്യുമെന്റുകളും പല അഭിമുഖങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു. അതിൽ ക്രച്ച് ഉൾപ്പെടെയുള്ളവരുടെ അഭിമുഖങ്ങളുണ്ട്. ഡ്വൈറ്റ് ആർ മെസ്മർ എന്ന അമേരിക്കൻ നേവൽ ഹിസ്റ്റോറിയൻ 2002-ൽ ഇതേക്കുറിച്ച് കൃത്യമായൊരു പഠനം നടത്തിയിരുന്നു. തെളിവുകളോടെ അദ്ദേഹം പറയുന്നു, UB-85 നടന്ന ഒരു അശ്രദ്ധ കൊണ്ടാണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. തൻ്റെ ക്യാബിനിലേക്ക് ഹീറ്റർ കണക്ട് ചെയ്യാൻ ക്രച്ച് ഒരാളെ ഏർപ്പെടുത്തിയിരുന്നു എന്നും അതിനുള്ള പവർ വലിച്ചെടുക്കാനുള്ള കേബിൾ കോണിംഗ് ടവർ വഴിയാണ് എടുത്തത് എന്നും UB-85 ജോലി ചെയ്ത ഒരാൾ തന്നെ പറയും. ജോലിക്കിടയിൽ അശ്രദ്ധ മൂലം ടവറിൻ്റെ ഹാച്ച് അടയ്ക്കാതിരുന്നത് ക്യാബിനുള്ളിലേക്ക് വെള്ളം കയറാൻ കാരണമായി. അത് ബാറ്ററികളെയും ഇലക്ട്രിക് മോട്ടോറുകളെയും നശിപ്പിച്ചു.
ബാറ്ററികളിൽ നിന്നും പുറത്തു വന്ന ക്ലോറിൻ ഗ്യാസ് വായുവുമായി ചേർന്ന് വിഷവാതകമുണ്ടായി. പിന്നെ അതിനുള്ളിൽ കഴിയുക എന്നത് മരണം വിളിച്ചു കിടക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം മനഃപൂർവ്വം പിടി നൽകിയത് എന്നും അദ്ദേഹം സംശയിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത്ര ചെറിയ അശ്രദ്ധ കാരണം UB-85 തകർന്നു എന്നത് പുറത്തു വന്നാൽ അത് തൻ്റെ കരിയറിനെ തന്നെ ബാധിച്ചേക്കാമെന്ന നിങ്ങളുടെ ഭയം കൂടിയായിരിക്കാം സീ മോൺസ്റ്റർ എന്ന കഥ മെനഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്നും അദ്ദേഹം സംശയിക്കുന്നു. എന്തായാലും ബ്രിട്ടീഷ് നേവി കമാൻഡറെയും ക്രൂവിനെയും പിടിച്ചെടുത്തുവെങ്കിലും അതിനുള്ളിലുള്ള രേഖകളോ അന്തർവാഹിനിയോ പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. നിമിഷ നേരം കൊണ്ട് അത് സമുദ്രത്തിനടിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഇന്നും ഇന്റർനെറ്റിൽ ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ്. ഒന്നാം ലോക മഹായുദ്ധവും അതിലെ ഭീകരജീവിയുടെ ആക്രമണവും അത് സത്യമാണോ അല്ലയോ എന്ന തർക്കവും. ബട്ട് സ്റ്റിൽ ദ ഗെയിം ഈസ് നോട്ട് ഓവർ. ഈ ഒരു അനുഭവ കഥയെക്കുറിച്ച് ഒന്നും രണ്ടുമല്ല 100 കണക്കിന് വെബ്സൈറ്റുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ വെബ്സൈറ്റുകളിലെല്ലാം ഒരുപോലെ പറയുന്ന ഒന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും ഗുന്തർ ക്രച്ചിനെ കുറിച്ചും അദ്ദേഹം നേരിട്ട് കണ്ട സീ മോൺസ്റ്ററിനെ കുറിച്ചുമാണ്. പക്ഷേ മിസ്റ്റർ ഗുന്തർ ക്രച്ച്, നിങ്ങളെക്കുറിച്ച് ഞാനൊന്ന് കൂടുതലായി അന്വേഷിച്ചു. നിങ്ങൾ ജനിച്ചത് 1914 എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. അതുപോലുള്ള പല വെബ്സൈറ്റുകളിലും അങ്ങനെ തന്നെയാണ് വിശദീകരിക്കുന്നത്. മരണപ്പെട്ടത് 2000-ലും. അങ്ങനെയെങ്കിൽ 1918 നടന്ന ഈ സംഭവത്തിൽ UB-85 കമാൻഡർ ആയിരുന്ന ആ ഭീകരജീവിയെ നേരിട്ട് കണ്ടിരുന്ന നിങ്ങളുടെ പ്രായം വെറും 4 വയസ്സ് മാത്രമായിരിക്കില്ലേ? വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള നിങ്ങൾ എങ്ങനെയാണ് UB-85 കമാൻഡറായി മാറുന്നത്? നിങ്ങളുടെ അതേ മുഖം, നിങ്ങളുടെ അതേ ജോലി, നിങ്ങളുടെ അതേ ഡെസിഗ്നേഷൻ, പക്ഷേ ജനിച്ചതും മരണപ്പെട്ടതുമായിട്ടുള്ള കാലഘട്ടം മാത്രം വ്യത്യസ്തപ്പെടുന്നു. നിങ്ങൾ കള്ളം പറഞ്ഞാണോ? അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വെച്ച് ആരെങ്കിലും ഉണ്ടാക്കിയ കള്ളങ്ങളായിരിക്കുമോ ഇത്? ഇതൊന്നുമല്ല എങ്കിൽ ഇനി വിക്കിപീഡിയ കള്ളം പറഞ്ഞാണോ? എന്തായാലും നിങ്ങൾക്ക് വിടുന്നു. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.